ഇപ്പോൾ നമ്മോടൊപ്പം അനീഷ് എന്ന ഏജൻസി ഉടമ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അനീഷിന്റെ ഏജൻസിയിൽ വിറ്റുപോയ ആ നമ്പറിലാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. എന്താണ് ആദ്യമായി പറയാനുള്ളത്? നമ്മുടെ മുത്തു ലോട്ടറി ചക്കരക്കല്ലിന്റെ ബ്രാഞ്ചായ ഇരിട്ടി ഷോപ്പിലാണ് നിലവിൽ 20 കോടിയുടെ ഒന്നാം സമ്മാനം നേടിക്കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതിന്റെ വിശദ വിവരങ്ങൾ അവിടെ ഷോപ്പുമായി ബന്ധപ്പെട്ട് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഞാൻ അവിടെ ഷോപ്പിലില്ല, ഞാൻ യാത്രയിലാണ് ഉള്ളത്. മടങ്ങി ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ്, എത്രത്തോളം ടിക്കറ്റുകൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് വിറ്റുപോയിട്ടുണ്ട്? ഞാൻ കണ്ണൂർ ജില്ലയിലെ ഏകദേശം ഒരു 2 സ്ഥാനക്കാരനായ ബമ്പർ വിൽപ്പനക്കാരനാണ് നിലവിൽ. നിരവധി സമയങ്ങളിൽ ബമ്പറിന് 2ാം സമ്മാനം നിരവധി സമയങ്ങളിലും നേടിക്കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഡെയിലി ടിക്കറ്റിൽ നിരവധി സമ്മാനം 1ാം സമ്മാനം നേടിക്കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ബമ്പറിൽ ആദ്യമായിട്ടാണ് ഈ ഒരു 1ാം സമ്മാനം 20 കോടി നേടിക്കൊടുക്കാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് അതിയായ സന്തോഷത്തിലാണ് ഇപ്പോ. അനീഷെ, നമുക്ക് ഈ നിമിഷം കുറച്ച് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. ആരാണ് ആ സമ്മാനം അടിച്ച വ്യക്തി? അപ്പോൾ എന്തെങ്കിലും സൂചനകൾ ഓർമ്മയിലെങ്കിലും ഉണ്ടോ അനീഷിന്റെ? തീർച്ചയായും ഞാൻ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാക്കി വിവരങ്ങൾ ഫോൺ കോളുകളുടെ പ്രവാഹം തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അനീഷ്, എന്നാലും നമുക്കൊരു ഏകദേശമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? നിലവില് നമ്മൾ അവിടെ ഇരിട്ടി ഷോപ്പിന്റെ വിറ്റ ഒരു ഏജന്റ് ആണോ ഇനിയിപ്പോ പേഴ്സണലായിട്ട് എടുത്ത ആളാണെന്ന് അറിയില്ല. പേര് മാത്രമേ നിലവിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫേക്ക് ആകാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പൊ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം ഷെയർ ചെയ്യാം. അതായത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വമ്പൻ സമ്മാനം കിട്ടുന്നതല്ലേ? അതെ. 1 കോടി വരെ നമ്മളെ വിൽപ്പനയിൽ ഇതുവരെ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 1 കോടിക്ക് മുകളിൽ 20 കോടി അത് അതൊരു ആദ്യമായിട്ടുള്ള അനീഷ് ഒറ്റയ്ക്കാണോ ഏജൻസി നടത്തുന്നത്? അതെ. അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയാണ്. അപ്പൊ ഈ സാധാരണ നമുക്ക് ഈ ബമ്പർ അറിയാലോ. കാരണം ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ഇതാണ്, നമ്മുടെ ക്രിസ്മസ് ആണ്. ഓണം ബമ്പർ സമയത്തൊക്കെ ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ, ചെറു സമ്മാനങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടല്ലേ? ഓണം ബമ്പറിലല്ല 1 കോടിയെല്ലാം നിലവിൽ മുത്തു ലോട്ടറി നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കൂടുതലായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ വന്ന് വാങ്ങാറുണ്ടോ? നമ്മൾ ഇരിട്ടി ഷോപ്പിൽ നിന്ന് നമ്മൾ റീറ്റെയിൽ കച്ചവടത്തിൽ ഈ പോക്ക് വരവുള്ള ആൾക്കാർ ചില സമയം വാങ്ങാറുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയില്ല. വന്നു പോകുന്ന ആളിലൊക്കെ കൂടുതൽ കാണുമല്ലേ, കാരണം ടൂറിസ്റ്റുകളൊക്കെ ഇരിട്ടി ഷോപ്പിലോ ഒക്കെ നിലവിൽ അങ്ങനത്തെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനീഷ് എന്തായാലും ഒരു കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ അതിന്റെ കമ്മീഷനൊക്കെ അനീഷിന്റെ കൈകളിലേക്കും വരികയാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണല്ലേ? അനീഷിന്റെ കൈകളിൽ വന്നാലും അത് നമ്മളെ റീറ്റെയിൽ കച്ചവടം അല്ലെങ്കിൽ അത് ഏജന്റിന്റെ സ്വന്തം ചെറിയൊരു ശതമാനം മാത്രമേ അനീഷിന് കിട്ടൂ. ബാക്കിയെല്ലാം നമ്മൾ ഏജന്റിന് കൊടുക്കും. ഏജന്റ് ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം സംസാരിക്കാം. എന്നാലും ഹാപ്പിയാണ് അനീഷ്. ഡബിൾ ഹാപ്പി. ഒരു ഒളിമ്പിക്സ് മെഡൽ നേടിയ പോലത്തെ ഒരു ഹാപ്പി. അതായത് നമുക്കറിയാം ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു ഭാഗ്യ ദേവതയാണ്, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകുന്ന കടാക്ഷമാണ്. അതുപോലെ ഒരുപാട് ഭാഗ്യക്കുറികൾ കയ്യിൽ നിന്ന് ഇങ്ങനെ കൈവന്ന് മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വരുന്ന വലിയൊരു സമ്മാനം ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? കേട്ടപ്പോൾ ഞാൻ ഒരു സ്പോർട്സ്മാനും കൂടിയാണ്. ഒരു സ്പോർട്സ്മാന് ഒളിമ്പിക്സ് ആണ് ഏറ്റവും മുഖ്യം. ഒരു സ്പോർട്സ്മാന് ഒളിമ്പിക്സ് ആണ്. സിനിമ ആർട്ടിസ്റ്റുകൾക്ക് ഓസ്കാർ ആണ് മുഖ്യം. അതുപോലെ തന്നെ ലോട്ടറിക്കാർക്ക് ബമ്പറാണ് മുഖ്യം. അനീഷിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ, 2 പെമ്മക്കള്, ഏട്ടൻ, ഏട്ടിമ്മ, പെങ്ങള്, മരുമക്കള്, ഭാര്യന്റെ അമ്മ, അങ്ങനെയുള്ള കൂടി. അപ്പൊ ചെറുതല്ലാത്തൊരു കമ്മീഷൻ കിട്ടും. അത് കോളാണല്ലേ? അല്ലല്ല, കമ്മീഷൻ ചെറിയ തോതിലാണെങ്കിലും ഏജന്റ് ആണെങ്കിൽ ചെറിയ തോതിലേ കിട്ടും. പക്ഷെ നമുക്ക് അതിന്റെ ഒരു 20 കോടി നേടിക്കൊടുക്കാൻ പറ്റിയ ആത്മവിശ്വാസമാണ് കൂടുതലുള്ളത്. എന്തായാലും ഭാഗ്യ വിൽപ്പനയുടെ ഭാഗ്യം കൈമാറുന്ന വ്യക്തിയായി അനീഷ് മാറട്ടെ. അനീഷിന് എന്തായാലും എല്ലാവിധ ആശംസകളും മാതൃഭൂമി ന്യൂസിലെ കേട്ടോ. ഓക്കെ, താങ്ക് യു.